പാചകവാതക സിലിണ്ടർ തീർന്നു, തീപിടുത്തം, വയോധിക മരിച്ചു. ദൈവമേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ സുധിയുടെ മോള് ആ പെണ്ണ് ഒളിച്ചോടി വരുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് സത്യമായിരുന്നു. ശരി കുറിച്ച് സമയമായി കേട്ടോ. പ്രഭാവതി തന്നെ അവിടെ കിടന്ന് ചാടുന്നുണ്ടായിരിക്കും. ശരി, ഓക്കെ, ഞാൻ വെക്കുവാണേ. ഇനിയിപ്പോൾ 2 ദിവസം വരാത്തതിൻ്റെ എല്ലാം ഇപ്പോൾ കേൾക്കാം. ഓക്കെ. ഇതാരാ? ഓണത്തിന് മുമ്പേ മാവേലി ഇനി പോന്നോ? മാവേലിയോ? എന്തേ? അയ്യോ, നിന്നെ തന്നെയാ പറഞ്ഞത്. എന്നെയാന്ന് പറഞ്ഞു. ഓണമായിട്ട് എന്തും വേണ്ടി പണിയാ അവിടെ ഉള്ളത്. നേരത്തെ കാലത്തും വന്ന് വല്ലതും ചെയ്തു തരുമോ? അതുമില്ല. ഈ പൈസ വാങ്ങിക്കുന്നതിന്റെ ജോലിയെങ്കിലും നീ ചെയ്യണ്ടേ? ഇനി സമയം കളയാതെ പോയി ജോലിയൊക്കെ ചെയ്യും. ഈ മുറിയെല്ലാം ജലജീവന എല്ലാം അടിച്ചു വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടണം കേട്ടോ. പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പൊടി അലർജിയാ. അതുകൊണ്ട് പെട്ടെന്ന് ജോലിയെല്ലാം നോക്ക്, ആങ്ങിയും തൂങ്ങി നിൽക്കാതെ. ഇവിടെ എല്ലാം അടിച്ചു വരണമല്ലോ, പണിയാണല്ലോ. ശരി. ഓണമായാലും സംക്രാന്തി ആയാലും ബാക്കിയുള്ളവർക്കാണല്ലോ പണി. നീ വീട് മൊത്തം കൂടെ തൂത്ത് കൊടുത്ത് വരുമ്പോ നീ എപ്പം വീട്ടിൽ പോകാൻ പറ്റുമെന്നോ? ഫ്രിഡ്ജിൽ ഇനി എന്തൊക്കെ ഇരിപ്പുണ്ടോ? ഇന്നലത്തെ കറിയെല്ലാം ഇരിപ്പുണ്ട്. ഇന്ന് നീ ഒന്നും വെക്കണ്ട എന്തായാലും. മീനാക്ഷി, പഴകിയ കറിയെല്ലാം എടുത്ത് കളഞ്ഞേരെ. പ്രഭാവതി അമ്മയ്ക്ക് ഇന്നലത്തെ ഒന്നും അറിഞ്ഞത്തില്ലായിരിക്കും. ഇനിയും വെക്കണം. ഇനി എന്തോ ഞാൻ ഇനി വെക്കുന്നേ? തൂത്ത് ഉടച്ചെല്ലാം വെക്കുമെന്നാണ്. ഇനി ഉച്ചക്കത്തേക്കല്ല പരിപാടിയും വേണം. കൊള്ളാം. ഈ വീട്ടിലെ തേങ്ങ മൊത്തം തീർക്കുന്ന നീയാ. ഇനി കറിക്ക് വല്ലതും ബാക്കിയുണ്ടോ? ഒരു കാര്യമെങ്കിലും നേരമൊക്കെ നീ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യുമോ എൻ്റെ മീനാക്ഷി? അതിന്റെ തേങ്ങ മുറ്റയാണെന്ന് അറിയാനായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. എന്റെ ദൈവമേ, ഇച്ചിരി തേങ്ങ തിന്നേന. സമ്മതിക്കണം എൻ്റെ പൊന്നു. കുറിക്കാൻ വല്ലതും വേണോ? ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയണ്ട. എഴുന്നേറ്റ് തൂത്തും തുടച്ച് സീരിയലും കണ്ടോണ്ടിരിക്കുന്നു. മതി എന്റെ പണിയൊക്കെ. പോയി അടുക്കള വല്ലതും ചെയ്യും. നീ എപ്പോഴാണ് ഇവിടുത്തെ പണിയെല്ലാം തീർക്കുന്നത്? എല്ലാം ആങ്ങിയും തൂങ്ങി അവിടെ ഇരുന്നോളൂ. വിളിച്ചിട്ട് എടുക്കത്തുമില്ല, ഇങ്ങോട്ടിട്ട് വിളിക്കുമോ അതുമില്ല. ഒന്നുകൂടെ വിളിക്കും.
ഹലോ മോനെ, നീ എന്താ ഫോൺ എടുക്കാത്തേ? നിങ്ങൾ എപ്പോഴാ നാട്ടിലോട്ട് വരുന്നത്? അമ്മ എൻ്റെ ഇവിടെ കായ് വറുത്തതും മച്ചപ്പും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴാ നാട്ടിലോട്ട് വരിക? ഈ വട്ടവും നീ വരത്തില്ലേ? ആ വേണ്ട, നീ നിന്റെ പിന്നെ പെൺപിള്ളയെ എടുത്ത് അവിടെ ഓണം ആഘോഷിച്ചു. അമ്മയെ ഇവിടെ എടുത്ത് ഇവിടെ ഉള്ള കാര്യം നീ ഓർക്കുകയേ വേണ്ട. അവിടെ ആഘോഷിച്ച് അവിടെ അങ്ങ് കഴിഞ്ഞു നീ. ശരിയെന്നാ. അയ്യോ, എന്ത് പറ്റി പ്രഭാതിയമ്മേ? മോൻ വരത്തില്ലയോ? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട. പോയി അപ്പുറത്തെങ്ങാനും തൂക്കം നടക്കുകയും ചെയ്യും. ന്യൂസ് പിടിക്കാൻ വന്ന് നിൽക്കുക. ആ, ഇതാപ്പ നന്നായേ. എന്നോട് രക്ഷപ്പെട്ട എന്താ കാര്യം? അതും കൊള്ളാം. ചുമ്മാ അല്ല പിള്ളേരാരും നാട്ടിലോട്ട് വരാത്തത്. ഈ മോശമായിട്ട് പിടിച്ച സ്വഭാവമല്ലേ. പിന്നെ എങ്ങനാ എപ്പം നോക്കിയാലും ദേഷ്യം. ഓ എന്റെ പൊന്നോ. ഓണമൊക്കെ ഒരുങ്ങിയോ പ്രഭാവതി? ഓ എന്റെ സുശീലേ, ആർക്ക് വേണ്ടി ഏതൊക്കെ ഒരുക്കുന്നേ? അതെന്താ? അതെ, ഓണം എല്ലാം ഒരുക്കി എല്ലാ വർഷവും ഞാൻ കാത്തിരിക്കും. അവനൊട്ട് വരുമോ അതുമില്ല. നമുക്കെന്തൊക്കെ ഓണം ആഘോഷം. അവനും അവൻ്റെ പിള്ളേരും ഒക്കെ ആയിട്ട് അവിടെ അങ്ങ് ആഘോഷിച്ചോട്ടെ. നമ്മളെയൊക്കെ ആരും ഓർക്കാൻ. കുട്ടികൾക്കെല്ലാം തിരക്കല്ലയോ പ്രഭാവതി? അതിനെന്താ, നമുക്ക് എല്ലാവർക്കും കൂടെ തിരുവോണം ഇവിടെ അങ്ങ് കൂടാം. പിന്നല്ലാതെ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് ഓണം ആഘോഷിക്കാമെന്നേ. നിനക്കറിയത്തില്ലയോ പണ്ടത്തെ നമ്മുടെ ഓണക്കാലം? നീ നന്നായി തിരുവാതിരയും പാട്ടും ഒക്കെ പാടുന്നേല്ലയോ? നമുക്ക് ഈ പ്രാവശ്യം നല്ലപോലെ അടിച്ചു പൊളിക്കാം. ആ ശരിയാ, അതൊക്കെ അന്നത്തെ ഒരു കാലം. തിരുവാതിര കളിച്ചതും അത്തപ്പൂ ഇട്ടതും കസേര കളിച്ചതും ഒക്കെ അന്ന് എന്ത് രസമായിരുന്നു. ആ ശരിയാ, നമുക്കെല്ലാവർക്കും അങ്ങനെ ഒന്ന് ആഘോഷിക്കാം അല്ലയോ? പ്രഭാവതി എന്ന് ഇന്ന് തന്നാ മതി. നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിക്കാം. അതെ അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ തന്നെ അങ്ങ് ആഘോഷിക്കാം. അങ്ങനെ നമ്മൾ ഓണം ആഘോഷിച്ചില്ലയോ? പ്രഭാതി അമ്മയ്ക്ക് സന്തോഷമായോ? ഈ പ്രാവശ്യത്തെ ഓണം എന്തായാലും അടിച്ചു പൊളിച്ചു. ആ ശരിയാ, അങ്ങനെ നമ്മൾ ഓണവും ആഘോഷിച്ചു. ആ അതെ അതെ, അങ്ങനെ എന്തായാലും ഓണം ആഘോഷിച്ചു. പക്ഷേ അവരൂടെ വേണമായിരുന്നു. അതിപ്പോൾ പോട്ടെ, അവരവിടെ ആഘോഷിക്കട്ടെ. അവർക്ക് സന്തോഷം എവിടാന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് ഓണം ആഘോഷിച്ചല്ലോ. എനിക്ക് സന്തോഷമായി.